ഇത് സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാണ്. മുഖത്ത് ഇത്ര അഹങ്കാരം വേണ്ട. പ്രേക്ഷകരോട് സംസാരിക്കുമ്പോൾ നല്ല വിനയം വേണം. ഓക്കെ ഓക്കെ സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ. മിസ്റ്റർ, ഡോണ്ട് ട്രൈ ടു ബി എ ജോക്കർ. വിനയം കോരി ഒഴിക്കണ്ട. യു സേ ദ ലൈൻസ് പ്ലീസിംഗ്ലി. ദാറ്റ്സ് ഓൾ. യെസ് സർ. ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യ മഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റില്ലമായത് മദുരാശി പട്ടണമായിരുന്നു. സിനിമ ഒരു മോഹമായി നെഞ്ചിലേറ്റിയ ഒട്ടനവധി ആളുകൾ മദുരാശിയിൽ ചേക്കേറി. ഈ സിനിമാ നഗരത്തിൽ ചിറകുമുളച്ച് പറന്നുയർന്നവരും ചിറക് കരിഞ്ഞ് വീണവരും എത്രയെത്ര. പറന്നവരെ മാത്രം നമ്മളറിഞ്ഞു. കണ്ണീരും കിനാവുമായി അലഞ്ഞവരെ ആരറിയാൻ. ഈ കഥയിലെ നായകൻ ഉദയഭാനു 12 വർഷങ്ങളായി മദുരാശിയിലെത്തിയിട്ട് സഹസംവിധായകനാണ്. സ്വതന്ത്ര സംവിധായകനാകാനുള്ള പരിശ്രമത്തിലാണ് അയാൾ. സിനിമ അയാൾക്ക് മോഹമല്ല, അയാളുടെ ജീവിതം തന്നെയാണത്. ആദ്യ സിനിമയുടെ തിരക്കഥയെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓം സത്യജിത്രായേ നമഃ. ഓം സ്പീൽബർഗായ നമഃ. പ്രിയദർശനായ നമഃ. കുറസോവ അരവിന്ദ ചാപ്ലിനായ നമഃ. ഈ തിരക്കഥയ്ക്ക് ഒരു ഗംഭീര ക്ലൈമാക്സ് തരണേ. നമഃ. അനുഷയും രവിയും പ്ലാറ്റ്ഫോമിൽ വെച്ച് കണ്ടുമുട്ടാം. ആകസ്മികം. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം രൂപ കെട്ടിവെക്കണം. അതിന് നിർമ്മാതാവ് തയ്യാറല്ലെങ്കിൽ തയ്യാറുള്ളവന് വേണ്ടി പടം ചെയ്താൽ മതി. എന്തായാലും അനുഷയുടെ ഡയലോഗ് ആറ്റിക്കുറുക്കിയതായിരിക്കണം. നോക്ക് രവി, കാറും കോളും നിറഞ്ഞ എൻ്റെ ജീവിതത്തിലേക്ക് രവിയെ ഞാൻ ക്ഷണിക്കുന്നില്ല. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കൂ? കാറും കോളും നിറഞ്ഞ മണ്ണാങ്കട്ട. സംഗതി സിമ്പിളായിരിക്കണം. ഈ നോക്കു രവിയും വേണ്ട, ഒരുമാതിരി സീരിയൽ പ്രയോഗം. ഒളിച്ചോടുന്നവളെ യാത്ര അയക്കാൻ വന്നതാണല്ലേ. ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ ബലത്തിൽ നിനക്ക് ഇവിടെ വന്ന് നിൽക്കാം. ഇവിടെ വരെ മാത്രം. നമ്മൾ അടുത്ത് നിൽക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നും. പക്ഷെ എത്ര അകലത്താണെന്ന് നമുക്കല്ലേ അറിയൂ. കൊള്ളാം, അത് കൊള്ളാം. ഉദയഭാനുവിന് നല്ലൊരു ക്ലൈമാക്സ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ നഗരത്തിലെങ്ങും സിനിമ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഫിലിം സ്റ്റുഡിയോയിലേക്കുള്ള യാത്രയാണ്. ഈ കഥയിലെ നായിക മധുമതി അവിടെയാണുള്ളത്. യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. മധുമതിയെ തൻ്റെ ഗുരുവായ സംവിധായകന് പരിചയപ്പെടുത്തിയത് ഉദയഭാനുവായിരുന്നു. ആദ്യ ചിത്രം തന്നെ വൻ വിജയമായി. മധുമതി ഇന്നൊരു താരമാണ്. മധുമതിക്ക് ഉദയഭാനുവിനോട് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പ്രണയം ഇവർക്കിടയിൽ തളിരിടുന്നില്ല. എങ്കിലും
ഗോസിപ്പുകാരുടെ കഴുകൻ കണ്ണുകൾ അവർക്ക് മേൽ വീഴുന്നതിൽ അസ്വസ്ഥനാണ് ഉദയഭാനു. ഇതാണ് രാജപ്പൻ തെങ്ങുമൂട്. ക്ഷമിക്കണം, ഇതയാളുടെ കാലുകളാണ്. മലയാള സിനിമയുടെ വിരിമാറിലൂടെ നല്ലൊരു വേഷത്തിനായി ഈ കാലുകൾ ചലിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ മുഖമാണോ അതിനൊരു തടസ്സം? ഈ നിറവും രൂപവുമാണോ തടസ്സം? ചെറിയ വേഷങ്ങൾ പലതും ചെയ്തു, പക്ഷെ നല്ലൊരു വേഷം എന്ന സ്വപ്നം നീളുകയാണ്. ആൾ എന്നെക്കാളും കറുത്തിട്ടാണ്. വലിയ ആരോഗ്യവും സൗന്ദര്യവും ഇല്ല, എന്നിട്ടും സൂപ്പർ സ്റ്റാറായി. ഈശ്വരാ. கோட்டு டை போட்டவங்களை எல்லாம் ஏவிஎம்ல தள்ளிடுங்க. தெலுங்கு படம் கம்பெனி மீட்டிங் சீன், மத்தவங்களை எல்லாம் சிவாஜி கார்டன். தமிழ் படம் பட்டாளத்து ட்ரெஸ் துப்பாக்கி எல்லாமே அங்க கிடைக்கும். ஓகேண்ணா, நான் புரிஞ்சதா? ஏதாவது டவுட் இருந்தா எனக்கு ஃபோன் பண்ணி கேளு. பண்றேன், வாங்கப்பா. ஓகே, எல்லாரும் இந்த ஆட்டோல போயிருங்க. என்னப்பா இன்னைக்கு எங்க ஷூட்டிங்? நிறைய இடத்துல இருக்கப்பா. என்ன வரையா? டயலாக் ஏதாவது கிடக்குமா? இல்லப்பா, பட்டாளத்துக்காரர் நிறைய தேவை இருக்கு. இந்தியா பாகிஸ்தான் வார் சீன், யூனிஃபார்ம் துப்பாக்கி எல்லாமே அங்க கிடைக்கும். மத்தியானம் சாப்பாடு, சாயங்காலம் டிஃபன், 100 ரூபாய். என்ன வரையா? டயலாக் இல்லைன்னா ஐயா, டிஷன் சுட்டுட்டு இருக்கும்போது யாரப்பா டயலாக் பேசுறது? ஆமா, அது കറക്റ്റ്. ഏയ് ജയപ്പാ, നേരത്തെ നമ്മുടെ ഹൗസ് ഓണർ വന്നിരുന്നു. അയ്യോ, നീ രാവിലെ സ്ഥലം വിട്ടത് ഭാഗ്യം. ഈ എന്തായിരുന്നു തമിഴ് തെറി? നേരത്തെ കണ്ടിരുന്നെങ്കിലേ നല്ല ഇടിയും കിട്ടിയനെ. എന്നിട്ടൊന്നുമില്ല, വാടക കൊടുക്കാത്തതിനെ ആ തോമസ് അടിമാലിയെ അടിച്ചിറക്കി. അവനത് വേണം. കഴിഞ്ഞ ആഴ്ച അവന്റെ ഉണ്ടായിരുന്നിട്ടും 50 രൂപ ചോദിച്ചിട്ട് അവൻ എനിക്ക് തന്നില്ല. നിന്നെ ഇറക്കി വിട്ട്. അതിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിന്റെ പൂട്ട് തല്ലി പൊളിച്ച് അയാള് വേറെ പൂട്ടിട്ട് പെട്ടിയും പുല്ലും എടുത്ത് വെളിയിലെറിഞ്ഞു. അത് ശരി. ഞാൻ അതെടുത്ത് എന്റെ മുറിയുടെ വാതിക്കൽ വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതെടുത്ത് അകത്ത് വെച്ചൂടായിരുന്നു? അതിനെ പറ്റി കുറെ ചിന്തിച്ചു, എന്നിട്ട് വേണ്ടെന്ന് വെച്ചു. പെട്ടി അകത്തായാൽ ഓട്ടോമാറ്റിക്കലായിട്ട് തനിക്കൊരു കുടിയെടുപ്പ് അവകാശം വരും. അത് റിസ്കാ. വേറൊന്നും കൊണ്ടല്ല, നാട്ടിൽ നിന്ന് വന്ന 2 ഇരപ്പാളുകൾ കാരണം മുറിയിൽ ഓക്സിജൻ കിട്ടാൻ തന്നെ പിടിവലിയാ. താനാ ഉദയന്റെ അവിടെ നോക്ക്. നന്നായിരിക്കും. അവൻ തിരക്കഥ എഴുതില്ല. പട്ടി പ്രസവിച്ചു കിടക്കുമ്പോൾ നമ്മൾ അടുത്ത് ചെന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ അവൻ തിരക്കഥ എഴുതുമ്പോ കടിച്ച് കീറികളെ. എങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കിരായപ്പാ. എടോ, തനിക്ക് എന്നെ പോലെ മാസത്തിൽ 4-5 ദിവസമെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെന്താ? വാടക കൊടുക്കാനുള്ള കാശുകൾ ഒപ്പിച്ചൂടെ? മോനെ റഫീഖെ, തന്നെ പോലല്ല ഞാൻ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ എത്താൻ ഞാൻ എന്തും ചെയ്യും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയാലേ അവൻ മരണം വരെ ജൂനിയർ ആർട്ടിസ്റ്റാ. മനസ്സിലായ? ക്ലൈമാക്സ് കിട്ടി, ഉഗ്രൻ ക്ലൈമാക്സ് കിട്ടി, അത്യുഗ്രൻ ക്ലൈമാക്സ് കിട്ടി. ഭാസ്കരേട്ടാ, ക്ലൈമാക്സ് കിട്ടി, ഉഗ്രൻ ക്ലൈമാക്സ് കിട്ടി. കൃഷ്ണസ്വാമി ക്ലൈമാക്സ് കളിച്ചാച്ചേ, പ്രമാദமான ക്ലൈമാക്സ് കളിച്ചാച്ചേ. എന്താ ഭാസ്കരേട്ടാ, ക്ലൈമാക്സ് കിട്ടി. ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ്, മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ക്ലൈമാക്സ്. 10 ദിവസമാണ് നല്ലൊരു ക്ലൈമാക്സിന് വേണ്ടി തല പെരുപ്പിച്ചത്. ക്ലൈമാക്സ് കിട്ടി. എ റിയൽ ത്രില്ലർ, എ സ്റ്റണ്ണിംഗ് ട്വിസ്റ്റ്, എ നെയിൽ ബൈറ്റിംഗ് ഫിനിഷ്. എന്താണ് ക്ലൈമാക്സ്? അതെ ഭാസ്കരേട്ടാ, ഒളിച്ചോടേണ്ടി വന്ന അതേ നാട്ടിലേക്ക് രണ്ടും കൽപ്പിച്ച് രവി തിരിച്ചെത്തുകയാണല്ലോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രവി സ്റ്റേഷന്റെ വെളിയിലേക്ക് വരികയായിരുന്നു. അപ്പോഴവിടെ നിൽക്കുകയാണ് നമ്മുടെ ഇല്ലില്ല, ക്ലൈമാക്സ് ഞാൻ പറയില്ല. പടം കാണുമ്പോൾ ഭാസ്കരന്റെ ത്രില്ല് നഷ്ടപ്പെടും. തിരക്കഥയിൽ അവിടെ ചില തിരുത്തലുകൾ ബാക്കിയുണ്ട്. പിന്നെ കാണാം. ക്ലൈമാക്സ് കിട്ടി. കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഇന്നാണ് അവൻ ഇത്രയെങ്കിലും നോർമലായത്. മുറിക്കകത്ത് എപ്പോഴും ഒച്ചയും വേണമല്ലേ. ഇടയ്ക്ക് കഥ കൊണ്ടു പുറത്തു വരും, ശൂന്യതയിലേക്ക് നോക്കി പിച്ചും പേയുമ്പോഴും പിന്നെയും അകത്തേക്കോളും. ആകെ കൂടി ഒരു തൂങ്ങിച്ചാകാൻ പോകുന്നുണ്ട് മട്ട്. ഇത്രയും വലിയ മരണപ്രാണമാണോ ഈ സിനിമ കഥ എഴുത്ത്? ഞാനിതുവരെ എഴുതി നോക്കിയിട്ടില്ല. എന്നാലൊന്ന് എഴുതി നോക്ക്. ഉദയന്റെ പടത്തിൽ തനിക്ക് വല്ല വേഷം കിട്ടുമോ? നമുക്കതിന് വലിയ സ്റ്റാർ വാല്യൊന്നും ഇല്ലല്ലോ. അതറിയാമെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇങ്ങനെ മദ്രാശി കിടന്ന് കിടക്കുന്നത്? കുറെ കാലമായില്ലേ നാട്ടിൽ പോയി ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ കഴിഞ്ഞൂടെ? നിങ്ങളിവിടെ കുറെ കാലമായില്ലേ ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇനി അവർക്ക് സൗകര്യം കിട്ടാനായിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയിക്കൂടെ? വെറുതെ അല്ല നന്നാവാത്തത്. ഭയങ്കരമായിട്ട് നന്നായ ഒരാള്. ഭാര്യയും 3 പിള്ളേരും കൂടി ഒറ്റ മുറിയിലാ താമസം. അതേ മുറിയിൽ തന്നെ വെപ്പും കുടിയും. എന്നിട്ടും ടാറ്റയെന്നാ വിചാരം. ഒറ്റ മുറി ടാറ്റ ഭാസ്കരൻ. തലയിൽ മുഴുവൻ തിരക്കഥയായിരുന്നുകൊണ്ട് രാജപ്പ നിന്നെ കണ്ടതേ ഓർത്തില്ല. അയ്യോ, ഇതെന്താ ബംഗ്ലാദേശുകാരെ പോലെ പെട്ടിയും പുല്ലുവായൊക്കെ ആയിട്ട്? നുണ പറയുന്നില്ല. വാടക പ്രശ്നത്തിൽ ഹൗസ് ഓണർ ഇറക്കി വിട്ടു. തന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. എന്റെ തിരക്കഥ എഴുത്ത് കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഇവിടെ കയറി താമസിക്കാനുള്ള പരിപാടിയാണ്. അല്ല പിന്നെ ഈ പെട്ടിയും പായും എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേ? ആ കളി വേണ്ട. സൂചി കയറ്റാൻ സ്ഥലം തന്നാ അതിലൂടെ ഒലക്ക കയറ്റാൻ ശ്രമിക്കുന്ന ആളാ താൻ. ഞാനെല്ലാം മറന്നു എന്നാ തന്റെ വിചാരം? 6 മാസം മുമ്പ് മറ്റൊരു ഹൗസ് ഓണർ തന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ തനിക്ക് ഇവിടെ അഭയം തന്നു.
എന്നിട്ട് താൻ എന്താ കാണിച്ച്? ഉദയൻ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ നാട്ടിൽ നിന്ന് വന്ന രണ്ടുപേരെ അവിടെ കയറ്റി താമസിപ്പിച്ചു. അവരുടെ നിന്ന് വാടകയും വാങ്ങി. എന്റെ മുറി കണ്ടവന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരധികാരം തന്നു? കണ്ടവന്മാരെ ഞാൻ പിന്നെ ഫ്രീ ആയിട്ട് താമസിപ്പിക്കണമായിരുന്നു. ഈ കണ്ടവന്മാരെ കയറ്റി താമസിപ്പിക്കാൻ നിന്നോട് ആര് അത് പറഞ്ഞു? തെറ്റ് സമ്മതിക്കുന്നു, മേലിൽ ആവർത്തിക്കില്ല, പോരെ. ആ. ഞാൻ തന്നെ ഒരു തവണ കൂടെ സഹിക്കാം. പക്ഷെ ഒന്നറിയണം, താൻ എന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കും? അത് ഉദയ, നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ഒരു 5000 രൂപയെങ്കിലും അഡ്വാൻസ് കൊടുക്കണമല്ലോ. അല്ല, സിനിമയിൽ നല്ലൊരു വേഷം കിട്ടിയാൽ അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഏത് സിനിമയിൽ? തനിക്ക് ആരും നല്ല വേഷം തരാൻ പോകുന്നത്? പലരോടും ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ടേ. അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ. ഇപ്പം നടക്കുന്ന കാര്യമല്ല ഉണ്ടേ പറ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. ഉദയ, പിന്നല്ലാതെ. ഇവിടെ താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി. അതാണോ സിനിമ അഭിനയം? Acting is what reacting. It is behaving. Do you know what Stanislavski said about acting? പ്ലീസ്, ഈ വിസ്കേ പറ്റി 100ാം തവണയാണ് താൻ എന്നോട് പ്രസംഗിക്കുന്നത്. എന്നിട്ട് താൻ എന്തിന് നല്ലൊരു വേഷം പ്രതീക്ഷിക്കുന്നു രാജപ്പ? ഉദയൻ സാറേ, മധുമതി അമ്മ സെറ്റിൽ നിന്ന് ഓടിപ്പോയി. ആരുടെ അമ്മ? ആരുടെ അമ്മയല്ല, മധുമതി അമ്മ. സാറിന് എന്നെ മനസ്സിലായില്ലേ? പ്രൊഡക്ഷൻ മാനേജർ വിജയൻ വർക്കല, ഡയറക്ടർ KP നാണപ്പന്റെ സെറ്റിൽ നിന്ന് വരുന്നതാ. ഒരു അത്യാവശ്യ കാര്യം. സാർ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ. നാണപ്പൻ സാറ് സാങ് എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു. മധുമതി അമ്മ പാടുന്നതായിട്ടാണ് സാങ് നല്ല പാത്തോസാ. പെട്ടെന്ന് മധുമതി അമ്മ അച്ഛനെ വിളിച്ച് പറയുക ഞാൻ പോണെന്ന്. ദിഗൂരി എറിഞ്ഞാച്ച ആള് കാറി കയറി ഇങ്ങ് പോയി. ഫുൾ യൂണിറ്റ് അതേപടി നിൽക്കുക. എന്തോ ചെയ്യുമെന്ന് പറ. എന്തോ ചെയ്യുമെന്ന് ഞാൻ എന്തിനാ പറയുന്നത്? അത് ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. എന്നാ ഞാനൊരു ആത്മകഥം പറയാം. മധുമതി അമ്മ പോകുന്നതും പോകാതിരിക്കുന്നതും ആ അമ്മയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ അവർ തിരിച്ച് സെറ്റിലെത്തിക്കോളുമെന്ന് നാണപ്പൻ സാറ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. വിജയൻ വർക്കല സാറ് തൽക്കാലം പോ. അയ്യോ എന്റെ പൊന്നു ഉദയൻ സാറേ, ഇന്ന് സാങ് എടുത്തില്ലെങ്കിൽ പടം ക്രിസ്മസിന് ഇറക്കാൻ ഒക്കത്തില്ല. ക്രിസ്തുമസ് അടുത്ത വർഷം വരുമല്ലോ. അങ്ങനെ പറയല്ലേ സാറേ. ബാറ്റ കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഭാര്യയുടെ മാലയും വളയും പണയം വെച്ചിട്ടാ. അത് സാരമില്ല, പ്രൊഡ്യൂസറുടെ സ്വന്തം ഭാര്യ അയ്യോ തന്നെയല്ലേ. സാറേ, തന്നെ പോലുള്ള ആളുകളില്ലടോ ഇൻഡസ്ട്രി മുഴുവൻ പറഞ്ഞു വരുത്തിയത്. ഞാനും മധുമതിയും തമ്മിൽ എന്തൊക്കെയുണ്ടെന്ന് ഭാര്യക്കാരും ഗോസിപ്പുകൾ എഴുതിവിടുക. അതൊന്നുകൂടെ ഉറപ്പിക്കാനായിരിക്കും നാണപ്പൻ സാർ തന്നെ ഇങ്ങോട്ട് വിട്ടു. അയ്യോ, നാണപ്പൻ സാറ് തങ്കപ്പെട്ട മനുഷ്യനാ. അങ്ങനെ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു പ്രൊഡ്യൂസറെ കണ്ണീരിന്റെ വില അറിയാവുന്നവനാ ഉദയൻ സാറെന്ന്. സാറ് റെക്കമെൻഡ് ചെയ്തിട്ടാണല്ലോ മധുമതിയമ്മ ആദ്യ ചിത്രത്തിൽ അഭിനയിച്ചത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സാറ് പറഞ്ഞ മധുമതിയമ്മ കേൾക്കും. അല്ലാതെ സിനിമ വാരികയോ ഗോസിപ്പോ ഇതൊന്നും നാണപ്പൻ സാറിന് അറിയുകയില്ല. നേര് പറഞ്ഞാൽ സാറിപ്പോ പറയുമ്പോഴാ ഈ ഞാൻ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത്. മധുമതി ഇപ്പൊ എവിടെ ഉള്ള? ഒരു പിടിയില്ല. പക്ഷെ സെൽഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെയും നമ്പർ കണ്ടാൽ സാറിന്റെ സെല്ലിൽ നിന്ന് വിളിച്ച് ഉറപ്പായിട്ടും എടുക്കും. ശരി, ഞാൻ നോക്കട്ടെ. താൻ പോയിട്ട് ആ. കുറച്ച് സമയം കഴിഞ്ഞ് എന്നെ വിളിക്കേ. ഓ. എങ്ങനെ വന്നു? ഭാസ്കരേട്ടനെ വണ്ടി എടുത്ത് വന്നു. എന്ത് കാരണമായാലും പകുതിക്ക് വെച്ച് സെറ്റിൽ നിന്ന് ഇറങ്ങി വന്നത് ഒട്ടും ശരിയായില്ല. ഷൂട്ടിംഗ് മുടങ്ങിയാൽ ഒരു പ്രൊഡ്യൂസർക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർക്കണം. കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഓർക്കണം. പത്രക്കാർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഓരോ സെക്കൻഡും വിലപിടിച്ചാണ് സംസാരിച്ച നേരങ്ങളെ വേഗം സെറ്റിലേക്കല്ലേ. ഒരേ ഒരു മിനിറ്റ്, എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ അത്ര ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യാണെന്ന് അറിയില്ലേ മധു? അപ്പോ എന്റെ ഫീലിംഗ്സ് ഉദയേട്ടന് പ്രശ്നമല്ലെന്നാണോ? മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യാത്ത ഏതെങ്കിലും ഒരു സിനിമ ഈ സംവിധായകൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? അതിപ്പോഴാണ് അന്വേഷിക്കുന്നത്. അച്ഛന്റെ ചേട്ടന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ ഉദയേട്ടനോട് പറഞ്ഞിട്ടില്ലേ? ഒന്നും നോക്കാതെ കിട്ടു നിർത്തുന്നൊക്കെ അവർ അഡ്വാൻസ് വാങ്ങുക. സിനിമയ്ക്ക് വേണ്ടി പുലികളെയും പാമ്പുകളെയും ഒക്കെ വാടകയ്ക്ക് കിട്ടുമല്ലോ. അവയൊന്നും കഥയും ചോദിക്കില്ല, സംവിധായകൻ ആരെന്ന് അന്വേഷിക്കുകയില്ല. കഥ കേട്ട് ഇഷ്ടമായെങ്കിൽ അഭിനയിക്കൂ എന്ന് പറയാമായിരുന്നില്ലേ? 100 വട്ടം പറഞ്ഞു. ആര് കേൾക്കാൻ? ഡയറക്ടർ എന്റെ ചേട്ടന് കഥ പറഞ്ഞു കൊടുത്തത്രേ. ഗംഭീരമാണ്, സിനിമയിൽ ഇന്ന് വരെ വരാത്ത കഥയാണ് എന്നൊക്കെയാ പറഞ്ഞത്. ഒടുവിൽ ഇന്നലെ ഷൂട്ടിങ്ങിനും ചെന്നു. അപ്പോഴാ കഥ കേട്ടത്. ഞാൻ ബോധം കിട്ടി വീണില്ലെന്നേ ഉള്ളൂ. ആളുകൾ കൂവാനിടയുള്ള ഒരു സീൻ അഭിനയിക്കേണ്ടി വന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഉദയേട്ടന്റെ സെല്ലിൽ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തെന്നറിയാമോ? എന്റെ നമ്പർ കണ്ട ഫോൺ എടുക്കില്ലല്ലോ. ഇന്നലെ ട്രൈ ചെയ്തോ? ഓ, ഇന്നലെ ഞാൻ പുറത്തു പോയപ്പം ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. തിരിച്ചു വന്നപ്പോ മിസ്ഡ് കോൾസ് നോക്കിയില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കേൾക്കുന്നയാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിൽ നുണ പറയാൻ ഉദയേട്ടൻ ഇപ്പോഴും പഠിച്ചിട്ടില്ല. അങ്ങനെ പറയരുത്. മധുവിൻ്റെ ഫോൺ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം എടുക്കാറില്ല. മുറിയിൽ ആരെങ്കിലും ഉണ്ടാവും. അവന്മാർക്ക് കഥ മെനഞ്ഞുണ്ടാക്കാൻ വെറുതെ ചാൻസ് ഉണ്ടാക്കുന്നതിന്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനും പറയാനും എനിക്ക് അത് ആ രീതിയിലല്ലല്ലോ മറ്റുള്ളവർ കാണുന്നത്. മധു ഇന്ന് പേരും പ്രശസ്തിയുമുള്ള ഒരു താരമാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അപ്പോ എന്നെ അകറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണോ അതിന്റെ അർത്ഥം? എന്റെ പേരിലും പ്രശസ്തിയിലും ഉദയേട്ടന് ഒരു പങ്കുമില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ആ പ്രശസ്തിയും പേരും നേടാൻ കഴിയുന്നില്ല?
എൻ്റെ ഗുരുവിൻ്റെ ചിത്രത്തിലേക്ക് മധുവിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നില്ലെങ്കിലും മധു സിനിമ വരുമായിരുന്നു. ബിക്കോസ് യു ആർ ബോൺ ഫോർ ദാറ്റ്. അഭിനയത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ സിനിമയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛനും ദിനേശേട്ടനും ചന്തയിൽ വിലപേശും പോലെ എൻ്റെ പ്രതിഫല തുകയ്ക്ക് വേണ്ടി നിർമ്മാതാക്കളോട് കടിപിടി കൂടുകയാണ്. ബഗേഴ്സ് കാൺ ബി ചൂസേഴ്സ്. നല്ല സിനിമ വേണോ, കൂടുതൽ പണം വേണോ? സത്യം പറഞ്ഞ ഒരു നല്ല സിനിമ പോലെ ഈ വർഷം എനിക്കില്ല. അടുത്തു. ഫോൺ എടുക്കണോ സാർ? എന്തിനാണോ താൻ അവളുടെ മാനേജറാന്ന് പറഞ്ഞ് നടക്കുന്നത്? അവള് സെറ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ താനല്ലേ തടയേണ്ടത്? ഫോൺ എടുത്തോ, എന്നിട്ട് ആ പ്രൊഡ്യൂസർ തരും താൻ കേട്ടോ. ഞങ്ങൾ ആരും ഇവിടില്ലെന്ന് പറഞ്ഞേക്ക്. പുറത്ത് പോയി കളിക്കണം ശവങ്ങള്. ആ അത് കൊള്ളാം. പെങ്ങളോടുള്ള ദേഷ്യം പിള്ളേരോടാ കാണിക്കുന്നത്. ദേ, ബാബുവും ഭാമയും വന്നത് നമ്മൾ ഒരുമിച്ച് ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു പറഞ്ഞിട്ടാ. എന്റെ കാഞ്ചനെ, നീ എനിക്ക് കുറച്ച് സ്വൈര്യം എന്താ? അഡ്വാൻസ് എണ്ണി വാങ്ങിച്ചത് ഞാനാ, മറുപടി പറയേണ്ടത് ഞാനാ. അവള് വരുന്നുണ്ട്. ദിനേശ, നീ എടുത്തു ചാടി ഒന്നും പറയാൻ പ്രവർത്തിക്കാൻ വേണ്ട. ഇന്ന് ഏതായാലും അവൾ ഷൂട്ടിങ്ങിന് പോണ ലക്ഷണമില്ല. അവളുടെ സ്വഭാവം അറിയാലോ. വല്ലതും പറഞ്ഞ് തെറ്റിയാൽ ഈ പടമേ അവള് വേണ്ടാന്ന് വെച്ച് കളയും. അതുകൊണ്ട് അവളെ പേടിച്ച് ഞാൻ മിണ്ടാൻ നടക്കണോ? ലക്ഷ്മി ഇങ്ങ് വാ. എല്ലാവർക്കും കിട്ടുന്നതല്ല ഈ ഭാഗ്യം, ഈ ദൈവാനുഗ്രഹം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അതില്ലാതാക്കരുതെന്നേ എനിക്ക് പറയാറുള്ളൂ. ഷൂട്ടിംഗ് മുടങ്ങിപ്പോയാലുള്ള നഷ്ടം ആര് കൊടുക്കും? പണം വാങ്ങിച്ചത് ആരാന്ന് വെച്ചാ അവര് തിരിച്ചു കൊടുക്കും. നീ ആരാന്നാ നിന്റെ വിചാരം? സോഫിയ ലോറനോ എലിസബത്ത് ടൈലറോ? മലയാളത്തിൽ ഒരു വർഷം 60 പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൽ 55 ചവറുകളായിരിക്കും. നിന്നെ പോലുള്ളവർ തന്നെ അതിൽ അഭിനയിക്കുന്നത്. നീ മാത്രം ഒരു വലിയ കലാകാരി. 5 വർഷത്തേക്ക് നല്ല പടം നിനക്ക് കിട്ടിയില്ലെങ്കിലോ? അഭിനയിക്കണ്ടെന്ന് വെക്കും. അപ്പോ നിന്റെ മറ്റോ നിനക്ക് ചെലവിന് തരുമായിരിക്കും. എടീ, സ്വന്തം നിലയും വിലയും മറക്കരുത്. ഒരു 7ാം കൂലി അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് നിനക്ക് എന്താ കാര്യം? വാരികളിൽ വരുന്ന ഗോസിപ്പുകൾ കാരണം മനുഷ്യൻ തലയുർത്തി നടക്കാൻ വയ്യ. ഷൂട്ടിൽ നിർത്തി വെച്ചിട്ട് നീ നേരെ അവനെ കാണാൻ പോയത്. അവൻ ആരാ? നിന്റെ തന്തയോ? ദിനേശ, അച്ഛൻ മിണ്ടാതിരിക്കേ. ഇപ്പൊ ഏതാ മെയിൻ ഇഷ്യൂ? ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തതോ ഞാൻ ഉദയേട്ടനെ കണ്ടതോ? 2 കാര്യത്തിലുള്ള തീരുമാനം ഇന്ന് അറിയണം, ഇപ്പൊ അറിയണം. രണ്ടും പറയാലോ. KP നാണപ്പന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കില്ല. പിന്നെ ഉദയേട്ടന്റെ കാര്യം, അത് ഒറ്റവാക്കിൽ പറയാവുന്ന കാര്യമല്ലാത്തതുകൊണ്ട് കുറച്ച് വിശദീകരിക്കണം. എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ആളെന്ന നിലയ്ക്കല്ല, ഹൃദയമുള്ള ഒരാളെന്ന നിലയ്ക്ക്, കഴിവുള്ള ഒരു കലാകാരനെന്ന നിലയ്ക്ക് എനിക്ക് ഉദയേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് സ്നേഹമുണ്ടെന്ന് ഉദയേട്ടൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അച്ഛന് മനസ്സിലായോ? അവൻ പറഞ്ഞ ഇവൾ അവന്റെ കൂടെ അങ്ങ് പോകുന്നു. അവൻ എന്നെക്കാളും പ്രായമുള്ളവനെന്ന് അറിയോ നിനക്ക്? അതിനനുസരിച്ചുള്ള മാനസിക വളർച്ചയും ഉദയേട്ടനുണ്ട്. നിന്നെ ഞാൻ വേണ്ട ദിനേശ, വേണ്ട. തെറ്റുപറ്റിയത് എനിക്കാണ്. 2 മക്കളെയും തുല്യമായി കാണുന്നതിന് പകരം എന്റെ വരുമാനത്തിന്റെ 3/4 പങ്കും ഞാൻ ചെലവഴിച്ചത് ഇവർക്ക് വേണ്ടിയാണ്. അതിന്റെ 100 ഇരട്ടിയെങ്കിലും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി എന്നെ വെറുതെ വിട്ടൂടെ? ഉദയ, ഉഗ്രനൊരു ക്ലൈമാക്സ് കിട്ടും പറഞ്ഞു. അത് ഉഗ്രനാണോ എന്നൊക്കെ ഓഡിയൻസ് അല്ലേ തീരുമാനിക്കുന്ന റഫീഖെ. എന്നാലും ഉദയനൊരു കണക്കൂട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാ ഷൂട്ടിംഗ് തുടങ്ങണേ? ആദ്യം വേണ്ടതൊരു പ്രൊഡ്യൂസറല്ലേ. ആരെയും കോണ്ടാക്ട് ചെയ്തില്ലേ? റഫീഖെ, പുരനിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ. പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ചെറുക്കം വന്ന് പെണ്ണിനെ താണും ചെരിഞ്ഞുമൊക്കെ നോക്കും. ഇഷ്ടപ്പെട്ടാലേ കല്യാണം നടക്കും. ഇഷ്ടപ്പെടും ഉദയ. അന്ധകൂപത്തിൽ കിടക്കുന്ന മലയാള സിനിമയെ കരകയറ്റാൻ ഉദയനെ പോലുള്ളവർ വന്നേ പറ്റൂ. അന്ധകൂപം എന്ന് പറഞ്ഞപ്പോഴേക്കും അന്ധകൂപം അറിഞ്ഞു. GK നായരുടെ അടുത്ത പടത്തിൽ ഞാനാ സെക്കൻഡ് ഹീറോ. 2 ഫൈറ്റും 1 പാട്ടും. സീനുകളും സംഭാഷണമൊന്നും ഇല്ലേ? അല്ല, സീനിന് പുറമേയുള്ള കാര്യമാണ് പറഞ്ഞത്. മെമ്മറി നിറക്കി ഇവിടെ ആയിരിക്കാൻ തട്ടുന്നത്. ഏ? അല്ല, എപ്പോഴാ ഷൂട്ടിംഗ്? അതാണ് പ്രശ്നം. 2 മാസം കഴിയും. അതുവരെ അല്ല, അഡ്വാൻസ് 2 ആഴ്ചക്കകത്ത് കിട്ടും. അത് എത്രയും വേഗം കിട്ടുന്ന എല്ലാവർക്കും നല്ലത്. ഉദയന്റെ പടത്തിൽ നായകനായിട്ട് ആരെയാ ഉദ്ദേശിക്കുന്നത്?
അത് മിക്കവാറും പ്രസാദ് ചന്ദ്രനായിരിക്കും. നായിക പിന്നെ എന്തായാലും മധുമതി തന്നെ ആയിരിക്കുമല്ലോ. അതെ ഉദയ, ഞാൻ വേറെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. മധുമതിക്ക് പല മാർക്കറ്റ് ഉണ്ടല്ല, ഉദയന് പരിചയമുണ്ട്. അങ്ങനെ മാർക്കറ്റും പരിചയമുള്ള വേറെ ആരും മലയാളത്തിലില്ലേ? ഇന്നിപ്പോ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഹീറോയിൻ ആരാന്ന് ചോദിച്ചാ സുഹൃത്തുക്കളെ എന്നെ ഇങ്ങനെ ഗോസിപ്പ് പഠിച്ചിറക്കിയ പുറത്തുള്ളവരെ നമ്മളെന്ത് പറയും? സത്യമായിട്ട് ഞാൻ ദുരുദ്ദേശത്തിൽ പറഞ്ഞതല്ല ഉദയ. റഫീഖിനറിയാം, ഈ ക്ലൈമാക്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും കാലത്ത് 5 മണിക്കാണ് ഞാൻ എഴുന്നേക്കുന്നത്. ഈ ക്യാമറയുമായിട്ട് അങ്ങ് ഇറങ്ങും. പല പല ലൊക്കേഷൻസും വിഷ്വൽസും ഒക്കെ ഷൂട്ട് ചെയ്യും. കോമ്പസിഷനും ആംഗിൾസും ഒക്കെ മനസ്സിൽ ഫിക്സ് ചെയ്യാൻ. ഉദയഭാനുവിന് ഒരു കാമുകയേ ഉള്ളൂ, സിനിമ. ഒരു ഭാര്യയേ ഉള്ളൂ, സിനിമ. ഇത്രയും കാലമായിട്ട് ഞാനൊരു കല്യാണം കഴിക്കാത്തെന്താ? സിനിമയിലുള്ള എന്റെ ശ്രദ്ധ മാറിപ്പോകുമോ എന്ന് ഭയന്നിട്ട്. ഞാൻ എന്തിനെപ്പോ ചോദിക്കാൻ പോയി? ഒന്ന് ഞാൻ പറയാലോ, മധുമതിക്ക് ഉദയനോട് ഒരു ഇതുണ്ട്. ഏതുണ്ട്? എന്തുണ്ട്? അല്ല, അങ്ങോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ കെട്ടി സുഖമായിട്ട് ജീവിച്ചേനെ. താരമായില്ലെങ്കിലും താരത്തിന്റെ ഭർത്താവാകാലോ. താൻ പോയി അവളെ കെട്ടടോ. ഇവിടെ പോയി കെട്ടാൻ അതിന് അവള് സമ്മതിക്കണം. ഞാൻ സമ്മതിപ്പിച്ചേരാ. വിടൂന്നേ. ഇത്രയും ചൂടാവുന്നതിന്റെ മനഃശാസ്ത്രം വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. രാജപ്പ വേണ്ട വേണ്ട. ഇതെന്താ കുട്ടികളെ പോലെ? അപ്പഴേ ഉദയ, പടത്തിൽ ഞങ്ങൾക്കൊന്നും വേഷങ്ങൾ കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ റഫീഖ്, ആദ്യം ഒരു പ്രൊഡ്യൂസർ കത്ത്. കറക്റ്റ്. അങ്ങനെയാണ് ഉദയ, ഞാൻ നേവിയം വരെ പോവാ. 500 രൂപയുടെ ചെറിയ വേഷം കിട്ടിയിട്ടുണ്ട്. ആ ശരി, വൈകുന്നേരം കാണാം. പോട്ടേപ്പാ. പലരും ചോദിക്കുന്നു. കേട്ടോ ഉദയ? കേട്ടു. പലരും ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്ത എന്ത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഉദയഭാനു ആത്മസുഹൃത്തല്ലേ, അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. തന്റെ പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. ആ, അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഇട റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത് ഡയറക്ടർ വെട്ടി രണ്ടാക്കിയത്. ഞാനതൊന്നും അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? ഇടാ, അഭിനയം എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു ആർട്ട് ഓപ്പറേഷൻ പോലെയാണ്. സ്റ്റാൻസിലോസ്കി പറയുന്നത് തുടങ്ങി. താൻ പറയുന്നത് വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അഭിനയിച്ചോളാം. അഭിനയം പറഞ്ഞു തരാൻ തനിക്കറിയില്ലെന്ന് താൻ പറയില്ലല്ലോ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നാമത് എൻ്റെ നായകൻ വളരെ സുന്ദരനാണ്. അതിനല്ലേ മേക്കപ്പ്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടാ. മർലിൻ ബ്രാൻഡോ, അൽ പാച്ചിനോ, റോബർട്ട് ഡി നീറോ, ഡെൻസൽ വാഷിംഗ്ടൺ, ലോറൻസ് ഒലീവർ, പോൾ മുനി, ജാക്ക് നിക്കൽസൺ, ആന്റണി ഹോപ്കിൻസ്, സഞ്ജയ് കുമാർ, അശോക് കുമാർ, നസറുദ്ദീൻ ഷാ, പരേഷ് റാവൽ തുടങ്ങിയവർ അഭിനയിച്ച പടങ്ങൾ പോയി കാണ്. എന്നിട്ട് അഭിനയം എന്തെന്ന് പഠിക്കേ. ഇല്ലെങ്കിൽ നാട്ടിൽ പോയി വേറെ എന്തെങ്കിലും ജോലി എടുത്ത് കുടുംബം പുലർത്താൻ നോക്ക്. ഇനി എന്റെ പടത്തിൽ ചാൻസ് ചോദിച്ചാണ്ടല്ലോ. ആ, ഒരു മിനിറ്റ് സ്വൈര്യം തരില്ല. പ്രൊഡ്യൂസർ സോനാബാലൻ സ്പീക്കിംഗ്. ആ, താനായിരുന്നു. ഞാൻ വിചാരിച്ചു പണം കൊടുക്കാനുള്ള വല്ലവരും ആണെന്ന്. ലാസ്റ്റ് പടം പൊട്ടി, അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ കോമഡി ട്രെൻഡാണെന്ന് പറഞ്ഞ് എല്ലാ മെമിക്രിക്കാരും വെച്ചൊരു പടം എടുത്തു. ദാ കിടക്കുന്നു. ഇപ്പൊ കടക്കാരെ വിളിക്കുമ്പോൾ ഞാൻ മെമിക്രി കാണിക്കുക. സോനാബാലൻ അല്ലല്ലോ, സോനാബാലൻ ഇല്ലല്ലോ. അബ്ദുള്ളേ, ആരോ വന്നിട്ടുണ്ട്. ആ മാർവാടി മുകേഷ് കുറച്ച് രൂപ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിരുന്നു. അയാളായിരിക്കും. പിന്നെ വിളിക്കേ. ഗുഡ് മോർണിംഗ് സർ. താൻ ഇന്നലെ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ രായപ്പ, അടുത്തൊന്നും പടം എടുക്കുന്നില്ല, ചാൻസ് ചോദിച്ചു വരണ്ടെന്ന്. അത് ഇന്നലെയല്ലേ സർ, ഇന്ന് ചിലപ്പോൾ തീരുമാനം മാറിയാലോ. ഭഗവാനെ, ഇവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു വേഷത്തിന് വേണ്ടി ഞാൻ എത്ര തവണ സാറിൻ്റെ അടുത്ത് വന്നു. എന്നെ കൊല്ലാക്കൊല ചെയ്യാതോടെ രാജപ്പ. എന്റെ മിമിക്രി പടം പൊട്ടി. പുതിയതെന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വെച്ചാൽ നല്ലൊരു കഥ വേണ്ടേ, തിരക്കഥ വേണ്ടേ? ദയവ് ചെയ്ത് താൻ ഇനി എന്നെ കാണാൻ വരരുത്. അപ്പോൾ ഞാൻ നാളെ ബാലൻ സാർ ഉടനെ ഒന്നും പടം എടുക്കുന്നില്ല അല്ലേ? അറിഞ്ഞൂടാ. പെട്ടെന്ന് വല്ലതും എടുക്കുകയാണെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. പിന്നെന്താ, രാവിലെയും ഉച്ചക്കും രാത്രിയും അങ്ങനെ 3 നേരം ഓർമ്മിപ്പിച്ച പോരെ? ഗേറ്റിലൊരു ഗൂർക്കയെ നിർത്തിയ വഴിയുള്ളൂ. എടോ, താൻ കണ്ടില്ലോടോ ആ കിഴങ്ങൻ രാജപ്പൻ ഇങ്ങോട്ട് കയറി വരുന്നത്? രാജപ്പൻ പോയില്ലേ? കുടിക്കാൻ ചായ മറ്റോ? ഇതുവരെ എൻ്റെ പേര് രാജപ്പൻ തെങ്ങുമൂട് എന്നായിരുന്നു. ഇന്നത് കിഴങ്ങൻ രാജപ്പൻ എന്നായി. അതെ,
ഈ മരച്ചീനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കിഴങ്ങെന്നാ പറയുന്നത്. അത് ഞാൻ അവനോട് മേടിക്കാൻ. അതൊന്നും സാരമല്ല സാറേ. സാറ് പറഞ്ഞ കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. സാറിനില്ലാത്തത് കഥയും തിരക്കഥയല്ലേ? ഉഗ്രനൊരു തിരക്കഥ ഞാൻ തന്നാൽ എന്നെ അതിൽ നായകനാക്കൂ. ഉഗ്രൻ തിരക്കഥ എന്ന് പറഞ്ഞ ചെമ്മീന്റെ തിരക്കഥയോ അതോ പുറപ്പെട്ടിന്റെയോ? കോമഡി പടം എടുത്ത് പൊട്ടിയിട്ട് സാറ് കോമഡി വിട്ടിട്ടില്ലല്ലേ? വായിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി സാറേ. താൻ എഴുതിയ? കുറെ കാലമായി സാറേ ഞാൻ ഈ കോടമ്പാക്കത്ത് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഒരെണ്ണം എഴുതാനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എടോ, പേരെടുത്ത തിരക്കഥാകൃത്തുകൾ വരെ പേനയും പൂട്ടി വെച്ച് ആകാശത്തേക്ക് നോക്കിയിരിക്കുക. ഈ അവസ്ഥയിൽ എന്ത് എഴുതണമെന്നറിയാതെ ഇരുട്ടി തപ്പുക. അപ്പോഴാ തന്റെ ഒരു രാജാ വണ്ടിയിട്. സാർ ഇതൊന്ന് വായിക്കാനുള്ള സന്മനസ് കാണിക്കും. വണ്ടി വിടറോ സാർ, പ്ലീസ് പ്ലീസ്. ഇതെന്തൊരു പുലിവാലാണ് ഈശ്വര. ഒരു കാര്യം ചെയ്യ്, താനത് എപ്പോഴാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ഇയാളുടെ അടുത്ത് കൊടുത്താൽ മതി, ഞാൻ വായിച്ചോളാം. ആ വണ്ടിയിട്. അത് മതി. താങ്ക് യു സാർ. இது எல்லா பேஜுமே காப்பி எடுக்கணும், நல்ல நீட்டா. அந்த காப்பி கவர் போட்டு கொடுக்கணும். அது நாளைக்கு போதும். ஆனா ஒரிஜினல் வந்து இப்போ திருப்பி கிடக்கணும். ஜாயப்பா, ഞാൻ വിളിച്ചപ്പോൾ താൻ എന്തിനാ ഓടിയത്? ആര് വിളിച്ചു? എപ്പോൾ വിളിച്ചു? രായപ്പ, പൊട്ടംകളി വേണ്ട. ഞാൻ വിളിച്ചു, താൻ എന്നെ കണ്ടു, മരണപ്രാളത്തിൽ ഓടുകയും ചെയ്തു. അതെന്തിനായിരുന്നു എനിക്ക് പറയണം. എന്തായിരുന്നു തൻ്റെ കയ്യിൽ ഒരു പൊതി? പൊതി കണ്ടു അല്ലേ? അപ്പോൾ താൻ എന്നെ കണ്ടു എന്നുള്ളത് നേരാ. പൊതി തുണിയായിരുന്നു, തേപ്പ് കടയിൽ കൊടുക്കാൻ. ഓടിയതും ശരിയാ. എൻ്റെ പഴയ മുറിയിൽ പൈപ്പ് പൊട്ടിയത് മാറ്റാൻ 100 രൂപ വാങ്ങിച്ച് മുങ്ങിയ പണ്ണീർ സെൽവം എന്നെ കണ്ടപ്പോൾ ഓടി. അവനെ പിടിക്കാൻ ഞാനും ഓടി. പണ്ണീർ സെൽവം? ഏത് പണ്ണീർ സെൽവം? ഏതൊക്കെ പണ്ണീർ സെൽവത്തെ തനിക്കറിയാം? തന്നെ കണ്ടിട്ടാണ് ഞാൻ ഓടിയതെങ്കിൽ ഇപ്പോഴും ഞാൻ ഓടണ്ടേ? അതെ, അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. എന്തെങ്കിലും സാധനം അടിച്ചു മാറ്റി അവിടുന്ന്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു പ്രൊഡ്യൂസറെ ശരിയാക്കിയിട്ടുണ്ട്. ഉഗ്രൻ കാശുകാരനാ. ആള് ഗൾഫിലാ. താൻ എനിക്ക് റോള് തന്നില്ലെങ്കിലും തന്നെ പറ്റി ഞാൻ അയാളോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? വല്ലാതെ പറഞ്ഞോ? പൊക്കി അടിച്ചു. താൻ പക്ഷേ 6 മാസം വെയിറ്റ് ചെയ്യണം. അപ്പോഴേ അയാൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റൂ. പടാ, ഞാൻ അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് പോവാ ബേബിക്കുട്ടനോട് കഥ പറയാൻ. അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ 2 മാസത്തിനകം ഞാൻ ഷൂട്ടിംഗ് തുടങ്ങും. പുതിയ വേണ്ട, ഞാനാ പറയുന്നത്. നന്നായിട്ട് പടമെടുക്കണമെങ്കിൽ ആവശ്യത്തിന് പണമുള്ള നിർമ്മാതാവിനെ കിട്ടണം. ബേബിക്കുട്ടൻ്റെ കയ്യിൽ ഒലക്കയായിരിക്കുന്നത്. തനിക്ക് 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്താ? അയാളുടെ പേരെന്താണെന്നറിയോ? ഫ്രാൻസിസ് കോലഞ്ചേരിക്കാരനാ. അതെ, താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എൻ്റെ അപ്സ്റ്റെയർ വേക്കൻ്റ് അല്ല. ഹലോ, മൂവി ഡയറക്ടർ പ്രതാപൻ സാറിന്റെ വീടല്ലേ? ആ, എന്താ വലമുള്ള വിശേഷം? ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ ഒരു തിരക്കഥ എൻ്റെ കയ്യിൽ വന്ന് പെട്ടു. ഇപ്പൊ വായിച്ചു കഴിഞ്ഞുള്ളൂ. എൻ്റെ പ്രതാപൻ സാറേ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തിരക്കഥ ഞാൻ അവിടെ എത്തിക്കാം. ഇത് സിനിമയാക്കാൻ ഇന്നിപ്പോ മലയാളത്തിൽ പ്രതാപൻ സാർ അല്ലാതെ വേറെ ഒരുത്തനുമില്ല. അങ്ങനെ അങ്ങ് തീർത്ത് പറയല്ലേ. അല്ല, ഇത് ആരാ എഴുതിയത്? അതാണ് മറ്റൊരു അതിശയം. കുപ്പത്തൊട്ടിയിൽ മാണിക്യം ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ?
എല്ലാം നേരിട്ട് പറയാം. ആദ്യം ഞാൻ ഈ തിരക്കഥ അവിടെ എത്തിക്കാം. ഓക്കെ? നമസ്കാരം. നമസ്കാരം. വായിച്ചോ? വായിച്ചു. സത്യം പറ ബാലമ്പിള്ളേ, അഭിനയിക്കാൻ ചാൻസ് കണ്ടു നടക്കുന്ന ആ രാജപ്പനാണോ ഇത് എഴുതിയത്? വിശ്വാസം വരുന്നില്ല അല്ലേ പ്രതാപൻ സാറേ? ഇതോടെ ഞാനൊരു പാഠം പഠിച്ചു. ചാൻസ് ചോദിച്ചെടുക്കുന്ന ഒരുത്തരോട് മേലിൽ നമ്മൾ മോശമായി പെരുമാറാൻ പാടില്ല. ഈ കല എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനം തന്നെയാണ്. ഏത് തെണ്ടിയുടെ കയ്യിലാണ് അത് ഒളിച്ചിരിക്കുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ നായകനായിട്ട് അഭിനയിച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ പോകും. നായകനാക്കിയില്ലെങ്കിൽ അവൻ തിരക്കഥ ഇരുന്ന പ്രശ്നമില്ല. ഓഹോ. ബാക്കി എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് പ്രഗത്ഭന്മാരെ കൊണ്ട് ജയിക്കാന്നേ. അടിത്തറയ്ക്ക് ബലമില്ലെങ്കിൽ കെട്ടിടം പൊളിഞ്ഞു വീഴില്ലേ ബാലമ്പിള്ളേ? നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ തിരക്കഥയാണല്ലോ. ഓ, എന്നാ പിന്നെ ബാലമ്പിള്ള തന്നെ നായകനായിട്ട് അഭിനയിക്കും. അല്ല, കാര്യമായിട്ട് പറഞ്ഞാണോ? ഞാൻ അവനോട് സംസാരിക്കാം. വൈകുന്നേരം നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം. നടക്കുന്ന കാര്യമല്ല അത്. എങ്കിൽ സംവിധായകനായിട്ട് വേറെ ആളൊന്നുമില്ല. അല്ല, ഞാൻ പറയാം. ഓഫീസിലോട്ട് വരാൻ പറയാം സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങാം. എൻ്റെ തിരക്കഥ എങ്ങ് തന്നേക്ക് സാറേ. രാജപ്പനിരിക്കി. ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കസേരയുണ്ട് ഇരിക്കാൻ. ഒന്ന് ചോദിച്ചോട്ടെ, രാജപ്പൻ എഴുതിയ ഈ തിരക്കഥ നല്ലൊരു സിനിമയെ കാണാൻ രാജപ്പൻ ആഗ്രഹമില്ലേ? എൻ്റെ തിരക്കഥയിലെ രവിയായി ഞാൻ അഭിനയിച്ച് അതൊരു നല്ല സിനിമയായി കാണാനാണ് എൻ്റെ ആഗ്രഹം. രവി ചെറുപ്പക്കാരനല്ലേ? രാജപ്പന്റെ ഈ പ്രായം വെച്ച് ആ റോൾ എങ്ങനെ ചെയ്യും? MGR 65-ാം വയസ്സിൽ വിഗ്ഗും വെച്ച് കാമുകന്റെ വേഷം ചെയ്തില്ലേ? എനിക്ക് അത്രയും പ്രായമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നത്? ഞാൻ പോട്ടെ, എൻ്റെ തിരക്കഥ ഇങ്ങ് തരൂ ബാലൻ സാറേ. രാജപ്പ, ഒന്നാം തരം തിരക്കഥകൾ എഴുതിയിരുന്ന തോപ്പിൽ ഭാസിയും പത്മരാജനൊക്കെ നമ്മളെ വിട്ടു പോയി. MTയും ടീതാമരനൊക്കെ വല്ലപ്പോഴും മാത്രമേ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് ഇതെഴുതിയ രാജപ്പന് മലയാളത്തിലെ നമ്പർ 1 തിരക്കഥാകൃത്താവാൻ പറ്റും. രാജപ്പൻ എഴുതുന്ന എല്ലാ തിരക്കഥയും ഞാൻ സിനിമയാക്കുകയും ചെയ്യും. ഈ ഒരെണ്ണം തന്നെ ഒപ്പിച്ചെടുത്തതിൻ്റെ പാട് എനിക്കേ അറിയൂ. ബാലൻ സാർ തിരക്കഥ തരുന്നുണ്ടോ? രാജപ്പൻ പറയുന്നത് മനസ്സിലാക്കുക. ഈ രവി ഒരുപാട് സങ്കീർണമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന കഥാപാത്രമല്ലേ? ആ സങ്കീർണത എഴുതി ഉണ്ടാക്കിയത് ഞാനല്ലേ? അപ്പൊ അത് അഭിനയിക്കാനും എനിക്ക് സാധിക്കും. ഐ നോ ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്. യു നോ വാട്ട് സ്റ്റാനിസ്ലോവ്സ്കി സെഡ് അബൌട്ട് ആക്ടിംഗ്? ഇതെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഞാനും ഈ പണിക്ക് ഇറങ്ങിയത്. പ്രതാപൻ സാർ, ഒരു മിനിറ്റ് വന്നേ. ഇവിടെ എന്ത് രഹസ്യം? പ്ലീസ് സാർ. എന്റെ തിരക്കഥ ഒന്ന് നിക്കരായപ്പ. എന്റെ പൊന്നു പ്രതാപൻ സാറേ, അഭിനയത്തിന്റെ ABCD അറിയാത്ത എത്രയോ പുതുമുഖങ്ങൾ അഭിനയിപ്പിച്ച് സൂപ്പർ താരങ്ങളാക്കിയിട്ടില്ലേ സാറേ? എന്റെ ബാലമ്പിള്ളേ, ആ കഥാപാത്രത്തിന് വേണ്ടുന്ന നീളവും വണ്ണം ഉണ്ടോ, സൗന്ദര്യം ഉണ്ടോ? തിരക്കഥ നിങ്ങൾ വായിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സത്യമാഷൻ എന്ത് നീളം ഉണ്ടായിരുന്നു, എന്ത് നിറം ഉണ്ടായിരുന്നു? ദേ, മഹാനടനായ സത്യനെ ഇവനെയും തമ്മിൽ കമ്പയർ ചെയ്താലുണ്ടല്ലോ മോന്തയ്ക്ക് തരും. ദേഷ്യപ്പെടരുത്. നമ്മുടെ ആ പച്ചാളം ഭാസിയില്ലേ കഥകളി നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന അയാളെ വരുത്താം. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇവന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കാം. മിടുക്കനയാള് എല്ലാ ഭാവങ്ങളും കൃത്യമായി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പിന്നെ അങ്ങനെ പ്രതാപൻ സാർ, ആകെപ്പാടെ ഞാൻ കടപ്പെട്ട് നിൽക്കുക. രാജപ്പൻ അഭിനയിച്ചാൽ ഈ പടം ഹിറ്റാവുമെന്ന് എല്ലാ ജ്യോത്സ്യന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നു. ആണോ? ആ, എന്നാ പിന്നെ ജ്യോത്സ്യന്മാരെ കൊണ്ട് തന്നെ സംവിധാനം ചെയ്യും. പ്രതാപൻ സാർ സംവിധാനം ചെയ്തില്ലെങ്കിൽ പടം 8 നിലയിൽപ്പെട്ടുവെന്നും ജ്യോത്സ്യന്മാർ പറഞ്ഞേ. ബാലമ്പിള്ളേ, ഒരു സിനിമ നന്നാവണമെങ്കിൽ അതിലെല്ലാ ഘടകങ്ങളും നന്നാവണം. നിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് ഒരു ബോധമില്ല. ഒരു പ്രാവശ്യത്തേക്ക് ഒരു കോംപ്രമൈസ്. നേര് പറഞ്ഞാൽ അവന് അഡ്വാൻസ് കൊടുക്കാൻ ചെക്ക് എഴുതി പോക്കറ്റിലിട്ടാണ് ഞാൻ വന്നത്. രാഹുകാലത്തിന് മുമ്പ് ഞാനൊന്ന് കൊടുത്തോട്ടെ. ബാലമ്പിള്ളേ, ഉദയം കേരളത്തിലായിരുന്നല്ലേ? ഞാൻ പ്രൊഡ്യൂസർ ബേബിക്കുട്ടിനെ ഒന്ന് കാണാൻ പോയായിരുന്നു. അവൻ എൻ്റെ തിരക്കഥ അസലായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പ്രസാദ് എന്നതിൻ്റെ ഡേറ്റ് ഉടനെ കിട്ടുന്നുമില്ല. പടം എപ്പോൾ തുടങ്ങാനും ബേബിക്കുട്ടൻ റെഡിയാ. അത്രക്ക് തിരക്കാണോ? 2-3 പടങ്ങൾ തീരാനുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് നോക്കണം. വേറൊരു കാര്യം അറിഞ്ഞോ? ഡയറക്ടർ പ്രതാപ് സാറല്ലേ, അങ്ങയുടെ പുതിയ പടത്തിലെ ഹീറോ ആരെന്നറിയോ? നമ്മുടെ രാജപ്പന. പ്രതാപൻ സാറിന്റെ പടത്തിൽ? ഓ, അതെങ്ങനെ സംഭവിച്ചു? സാറിന് പ്രതാപൻ സാറിന് അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റാറില്ലല്ലോ. ശരിയാ, കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. പക്ഷെ സംഭവം സത്യമോ? രായപ്പൻ അഡ്വാൻസ് വാങ്ങി ഗംഗയമ്മൻ തെരുവിൽ വീട് വാടകയ്ക്ക് എടുത്തു. അവിടെ ഇപ്പൊ പച്ചാളം ബാസി രായപ്പനെ അഭിനയം പഠിപ്പിക്കുക. ഭഗവാനെ, എന്തൊക്കെ കേൾക്കുന്നത്. എന്തായാലും പാവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. ശരി.